ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതാണ് നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം എന്നോട് കമൻറ്റിൽ ചോദിച്ചിരുന്നു നിങ്ങളത് എവിടെയാണ് സ്ഥലം. ഞങ്ങൾ കൊടകിലാണ് കേട്ടോ. വിരാജ്പേട്ട സിദ്ധാവരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് ഞാൻ കുറച്ച് നേരം അങ്ങനെ നല്ലൊരു തണുപ്പും നല്ലൊരു കാലാവസ്ഥയാണ്. ഇപ്പോൾ തണുപ്പ് തുടങ്ങണേ ഉള്ളൂ. ചെറിയൊരു കോടമൊക്കെ മഞ്ഞും കോടമൊക്കെ തുടങ്ങുന്നുള്ളൂ കേട്ടോ. അതൊക്കെ പിന്നെ കുറച്ച് നേരം അങ്ങനെ പുറത്ത് നിന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നോക്കി നിന്നാലൊന്നും പറ്റൂലല്ലോ. അങ്ങനെ പിന്നെ നേരെ പോയിട്ട് അടുക്കളയ്ക്ക് ഇന്ന് ഞാനൊരു മമ്പയർ കറി, ഒരു പുളിയൊഴിച്ച കറിയും റൊട്ടിയാണ് ഇട്ടാക്കണത്. പത്തിരിയെന്നും പറയാ, റൊട്ടിയെന്നും പറയാ, എന്തുവാണെങ്കിലും പറയാ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി അതിലേക്ക് പിന്നെ മമ്പയർ കഴുകി എന്നാക്കി കല്ലൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഉരുളങ്കിഴങ്ങും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ലേശം ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടോ അത് വേകാൻ വേണ്ടിയിട്ട്. പിന്നെ മല്ലിയും മുളകും മഞ്ഞളൊന്നും ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കണില്ല, അതൊക്കെ പിന്നെയാണ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പിന്നെ ചായക്ക് വെള്ളം വെച്ചിരുന്നു. ചായ തിളച്ചപ്പോൾ എന്താക്കി ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് അത് പിന്നെ എപ്പോഴും കാട്ടുന്ന പോലെ തന്നെ ലേശം ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ട് നല്ലോണം തിളച്ചതിൻ്റെ ശേഷം എപ്പം കാട്ടുന്ന പോലെ തന്നെ അതങ്ങ് ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താക്കി അതൊരു ജഗ്ഗിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. എന്നാൽ പിന്നെ അതവിടെ നിന്നോളുമല്ലോ. അങ്ങനെ അതെന്താക്കി ടേബിൾ മട കൊണ്ടുവച്ച്, അല്ലെങ്കിൽ പിന്നെ മറന്നു പോവും. പിന്നെ ഓരോ പണിയെടുപ്പത്താകുമ്പോൾ ചായ വെക്കാനങ്ങ് മറന്നു പോവും. പിന്നെ കുട്ടികൾക്ക് രാവിലെ മദ്രസ പോകുമ്പോൾ ചായക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, ചായ കുടിക്കുകയൊന്നുമില്ല, വെച്ച് കൊടുത്താലും കുടിക്കൂല. ഒരു ഗ്ലാസ് പച്ചവെള്ളമോ എന്തെങ്കിലും പച്ചവെള്ളം കുടിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ പിന്നെ പത്തിരിക്ക് വാട്ടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെള്ളം വെച്ചിന് കേട്ടോ. ഞാനിങ്ങനെ ഒരു കമ്മട്ടം കണക്കിനാണ് വെച്ച് കൊടുക്കുക. അല്ലാണ്ട് ഞാൻ ഇപ്പോൾ നമ്മൾ ഉസ്താദ്മാരെ ചിലവും ചോറും ദിവസമൊക്കെ വരൂലേ, അപ്പൊക്കെയാണ് അളന്നിട്ടൊക്കെ വെക്കുള്ളൂ. അല്ലാതെ നമ്മൾ വെക്കുന്ന സമയത്ത് ഞാൻ അളക്കാനൊന്നും നിൽക്കൂല കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി ലേശം വെള്ളം വെച്ച് അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് ഓയിലും തേച്ച് കൊടുത്തിട്ട് നല്ലോണം വാട്ടുകയാണ് കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് വെട്ടി തിളച്ച വെള്ളത്തിലേക്ക് എന്താക്കാന പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം നമ്മൾ നോക്കണം കേട്ടോ. ചില പൊടിക്ക് ലേശം കൊഴുപ്പ് കൂടുതലുണ്ടാവും, അതിന് വല്ലാതെ വെള്ളം ഏറും ചെയ്യരുത്. ഇതിപ്പോൾ ഞാൻ പൊടിപ്പിച്ച പൊടി നല്ല പൊടിയാണ്. നൂൽപുട്ടിനായാലും നെയ്സ്പത്തിരിക്കായാലും റൊട്ടിക്കായാലും പുട്ടിനായാലും എല്ലാത്തിനും നല്ലതുണ്ട് കേട്ടോ പൊടി. ചില സമയത്ത് നമ്മൾ പിന്നെ എപ്പോഴും അരി പൊടിപ്പിക്കുന്ന സമയത്ത് നല്ലോണം അരി പൊടിപ്പിക്കരുത് കേട്ടോ. ഇളം ചുവപ്പില്ല അരി പൊടിപ്പിച്ച് നല്ല രസമുണ്ടാവും റൊട്ടിക്കും പത്തിരിക്കും ഒക്കെ. അങ്ങനെ പിന്നെ എന്താക്കി ഇന്ന് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ കേബേജ് ഉപ്പേരി വെക്കണമായിരുന്നു. അതൊക്കെ നന്നാക്കിയപ്പോഴത്തേന് പൊടി വാട്ടിയത് എന്താക്കി ചെറിയ ചൂടാറിയത്, നല്ലോണം ചൂടായിരുന്നു. അത് പിന്നെ ചട്ടിയിലും പാത്രത്തിലൊന്നും ഇട്ട് കുഴക്കാൻ നിന്നിട്ടില്ല. നല്ലോണം സ്ലാവുമ്പോൾ തന്നെ ഇട്ടിട്ട് നല്ല അങ്ങ് കുഴച്ചെടുത്തിന് കേട്ടോ. നല്ല അങ്ങ് കുഴച്ചെടുത്തതിൻ്റെ ശേഷം ഉരുളാക്കിയിട്ട് വെച്ചാൽ പിന്നെ നമ്മൾ പ്രസ്സിൽ അമർത്തിയിട്ടല്ലേ ഇതിലിടുക. അതുകൊണ്ട് പിന്നെ ഉരുളാക്കി വെച്ച് അപ്പോഴത്തേക്കിന് പിന്നെ എന്താക്കി കേബേജ് മമ്പയറൊക്കെ വേവിക്കാൻ വെച്ചത് വെന്തിന് കേട്ടോ. പിന്നെ അടുപ്പ് ആയക്കിനൊക്കെ വേഗം എന്താക്കി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ അതിക്ക് തന്നെ കടുകും ഉള്ളിയും കരിയാമ്പും ഇതൊക്കെ ഇട്ടുകൊടുത്ത് നല്ലോണം ചോന്ന് വന്നതിന് ശേഷം കേബേജൊക്കെ ഇട്ടെടുക്കുക. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ടാണ് കേട്ടോ വല്ലാതെ കാണിക്കാത്ത. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ കേബേജിൽ നല്ലോണം അങ്ങ് തിരുമ്പിയിട്ട് അത് ഇട്ട് കൊടുക്കുക. അതൊന്നും ഇപ്പം നമുക്ക് ആർക്കും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഇതൊക്കെ പിന്നെ വെറൈറ്റി ചെയ്യുന്നതുണ്ട് കേട്ടോ. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട്. പിന്നെ ഇത് മമ്പയറിലേക്ക് ഇത്ര പുളി എടുക്കണം കേട്ടോ. ഒരു നെല്ലിക്കോളം വലുപ്പത്തിൽ പുളി നല്ലോണം എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് നല്ല നോണ്ടിപ്പിയ്യട്ടോ. പിന്നെ ഈ മമ്പയർ പിന്നെ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കിന് പിന്നെ കേബേജ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. രാവിലെ അല്ലേ, നമ്മളെ കയ്യിനൊരു ഒഴിവും ഉണ്ടാവില്ല. ഈ കൈയും കൊണ്ടും ആ കൈയും കൊണ്ടൊക്കെ പണി തന്നെയായിരിക്കും. ഈ അടുപ്പും നോക്കണം. നമുക്ക് നിന്നാൽ പറ്റൂലല്ലോ. സമയം എന്ന് പറയുമ്പോഴത്തേന് സമയത്തിന് ഇങ്ങോട്ട് ആവണമല്ലോ. അതുകൊണ്ട് പിന്നെ ഒന്നും തിരിഞ്ഞും മറിഞ്ഞും നിൽക്കൂല കേട്ടോ. ഏത് അടുപ്പാ ഒഴിവ്, ഏത് കയ്യാ ഒഴിവ്, അതുപോലെ ഇങ്ങോട്ട് ഇതാക്കൂട്ടോ. പിന്നെ ആ എണ്ണയിലേക്ക് കടുകും ഉള്ളി ഇതൊക്കെ ചുവന്നതിന് ശേഷം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടോ. വേറെ ഒരു പൊടി ഇട്ട് കൊടുക്കണ്ട. വേറെ ഒരു പൊടി ഇട്ട് കൊടുത്താലും ആ ഒരു മമ്പയറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. എന്നിട്ട് പിന്നെ എന്താക്കുക പറഞ്ഞ ലേശം മഞ്ഞൾപ്പൊടി വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ എണ്ണയിൽ നല്ല ഇതാകുക റോസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ.
നല്ല റോസ്റ്റ് ആയതിൻ്റെ ശേഷം ഈ മമ്പയർ ഇതൊക്കെ കൊട്ടിക്കൊടുക്കുക. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ. പിന്നെ ഇതൊക്കെ നല്ല ഹെൽത്തിയും അല്ലേ. നമ്മൾ പറഞ്ഞ ഈ മമ്പയറും കടലയും ഇവിടെ എന്തു തേങ്ങ അരച്ച് കറി വെക്കണത് കുറച്ച് ഇഷ്ടക്കുറവ് തന്നെയാണ്. പിന്നെ ചിക്കനൊക്കെ നല്ല വറുത്തരച്ചിട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് തേങ്ങ അരക്കണത്. എന്നാലും പിന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല ഇങ്ങനെ. പിന്നെ നമ്മൾ ആ ഇതില്ലേ വെള്ളക്കടല, അതിന് പറയുക കാബോളിക്കടല, അതിങ്ങനെ മസാല ആക്കണത് ഇഷ്ടമാണ്. മമ്പയർ മസാല ആക്കണത് ഇഷ്ടമാണ്. എന്നിട്ട് അതിലേക്ക് ഈ പുളി പിഴിഞ്ഞ് പാർന്ന് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ. ചോറിനായാലും നാസ്റ്റക്കായാലും കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാനായാലും. അപ്പത്തേന് കേബേജ് ആയിന് കേട്ടോ. പിന്നെ വേഗം തേങ്ങ ചിരണ്ടിയിട്ട് കുറച്ചിട്ട് കൊടുത്ത്. അപ്പത്തേനൊക്കെ സമയം കുറേ ആയിനി. 8 മണിയൊക്കെ ആകാനായിട്ടുണ്ട്. ഇതൊക്കെ ആകുമ്പത്തിന് നാഷ്ടൻ്റെ പണി ഞാൻ തുടങ്ങിയിട്ടില്ലേനു. എല്ലാം അവിടെ ആക്കി വെച്ചിന്. കുഴക്കലും ഉണ്ടാക്കി വെക്കലൊക്കെ ബോൾ പിടിച്ചൊക്കലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താക്കി, പിന്നെ വേഗം റൊട്ടി ചുടാൻ നിന്നിട്ടോ. ഇതന്നെ സാധനം. ഇത് പത്തിരിക്ക് പറഞ്ഞ് നമ്മളെന്താക്കി പൊടി തട്ടിയിട്ട് പരത്തണം. അതിനൊന്നും ഇപ്പം നമുക്ക് സമയമല്ലല്ലോ. അങ്ങനെ പരത്തി ചുടലൊക്കെ നോമ്പിനൊക്കെ ആകുമ്പോൾ അങ്ങനെ പരത്തിയിട്ട് ചുടലുള്ളൂ. ഈ സമയത്തൊന്നും അങ്ങനെ പരത്തിയിട്ട് ചുടാൻ വേണ്ടി നിൽക്കലില്ല. ഈ സമയത്തൊക്കെ രാവിലെ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പിന്നെ പറയാനില്ല, എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ് കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കാണണം കേട്ടോ മക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ വേറെ പിന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളെ മക്കളെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, മക്കളെ കാണിക്കുക, നാട് കാണിക്കുക, വെറൈറ്റി വീഡിയോ ചെയ്യുന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ കമൻ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ചെയ്യുക. എന്താ നമ്മളങ്ങനെ പുറത്ത് പോകുന്ന ഒരാൾക്കാരല്ലല്ലോ. നാടൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ മക്കൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല വരാൻ, അതുകൊണ്ടാണ് മക്കളെ കാണിക്കാത്ത കേട്ടോ. പിന്നെ അതാ കുട്ടികൾക്ക് പാത്രത്തിലാക്കുകയാണ്. ഒരാൾക്ക് വെറും ഉപ്പേരി പറയുന്നുണ്ട്, ഓരോരുത്തർക്ക് വെറും പിന്നെ കറി ഉപ്പേരിയും വേണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ പിന്നെ അതിനനുസരിച്ചിട്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ സിധുവിന് പിന്നെ മുളകച്ചാറും വേണമെന്നും പറഞ്ഞിട്ട് പിന്നെ ഹുസ്നാക്ക് സ്നാക്സും ആക്കണം കേട്ടോ. എന്താ പിന്നെ അവര ഫ്രൈയോ അങ്ങനെ എന്തോ ആണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അസ്സലാമു